അതാണ് സ്മൃതി. ഇരട്ട ജീവപര്യന്തം കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമരയുടെ ആദ്യത്തെ കൊലപാതക കുറ്റകൃത്യം 2019 സജിത വധക്കേസിലാണ് ഇപ്പോൾ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നത്. കോടതി വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപൂർവങ്ങളായിട്ടുള്ള കേസാണ്. ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ കൊലപാതകമാണ്. സജിത ഇവിടെ ഒറ്റയ്ക്ക് തനിച്ചാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ആയുധമായി ആ ഒരു മേഖലയിലെത്തി കൊലപാതകം നടത്തിയതെന്നുൾപ്പെടെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതായിരുന്നു. പോലീസ് അന്വേഷണത്തിലും സമാനമായ രീതിയിലുള്ള തെളിവുകളൊക്കെ തന്നെ കണ്ടെത്തിയതായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഈ ഒരു കോടതി വിധിയിലേക്ക് നയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കടുത്ത ശിക്ഷ ലഭിക്കണമെന്ന് സജിതയുടെ മക്കൾ ആവശ്യപ്പെട്ടതായിരുന്നു, കുടുംബം ആവശ്യപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിച്ച ഒരു ശിക്ഷ ലഭിച്ചു എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു മക്കളുടെ പ്രതികരണം കൂടി ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് വധശിക്ഷ ലഭിക്കുമോ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വധശിക്ഷയല്ല, മറിച്ച് ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയുടെ 2019 മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലുള്ള നിഷ്ഠൂര കൊലപാതകം സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഉണ്ടായിരിക്കുന്നത്. തൻ്റെ ഭാര്യയായിട്ടുള്ള വിലാസിനി വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകുന്നതിന് കാരണമായിട്ടുള്ളത് അയൽവാസിയാണ്, സജിതയാണെന്ന സംശയത്തെ തുടർന്നായിരുന്നു ചെന്താമര എന്ന് പറയുന്ന 56 വയസ്സുള്ള വ്യക്തി അരുൺ കൊലപാതകം നടത്തിയിരുന്നത്.